നടിയെ ആക്രമിച്ച കേസിൽ വന്ന വിധി പ്രതീക്ഷിച്ചതെന്ന് പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസ് താൻ കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളോടും പരിഹാസത്തോടുകൂടിയാണ് കോടതി സ്വീകരിച്ചത്. ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ള പറഞ്ഞിട്ട് പലരും പണം വാഗ്ദാനം ചെയ്തെന്നും താൻ മൊഴി മാറ്റാൻ തയ്യാറായിരുന്നില്ലെന്നും ജിൻസ് പ്രതികരിച്ചു. ദിലീപ് പറഞ്ഞത് ഇതിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ജയിലിൽ നിന്നുൾപ്പെടെ ഗൂഢാലോചന ഉണ്ടായി. പ്രധാന പ്രതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ജിൻസാണ് ചേരുന്നത്. പൾസർ സുനിയോടൊപ്പം അന്ന് ജയിലിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ വിധി കേട്ടിരുന്നല്ലോ? കേട്ടിരുന്നു. എന്താണ് ഈ വിധിയെക്കുറിച്ച് ആദ്യം പറയുന്നത്? വിധിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ പ്രതീക്ഷിച്ചതാണ്. കാരണം കോടതിയിൽ മുമ്പ് വിസ്താരത്തിൻ്റെ വേളയിലൊക്കെ അവിടെ ചെന്ന സമയത്തൊക്കെ കോടതിയിൽ നിന്നും നേരിട്ട അനുഭവം വെച്ചിട്ട് ഇതിന് മറിച്ചൊരു അനുഭവം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതതിൻ്റെ വഴിക്ക് കാര്യങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. താങ്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. എൻ്റെ ഓഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ എവിഡൻസ് ആയിട്ട് അവിടെ കോടതിയിലിരിക്കുന്നുണ്ട്. അതവിടെ വെച്ച് പ്ലേ ചെയ്ത് അത്തരം കാര്യങ്ങൾ കോടതിയിലുണ്ടായിരുന്ന ആളുകൾക്കും എല്ലാവർക്കും കറക്റ്റായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളത് അത് നമുക്ക് സാധാരണക്കാരെ അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം. ജയിലിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ദിലീപ് ഇപ്പോൾ ഈ കോടതി വിധിക്ക് ശേഷം ഈ പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോപണങ്ങൾ തെളിയിക്കട്ടെ. അതിനു വേണ്ടി എന്തെല്ലാം അന്വേഷണങ്ങൾ നേരിടേണ്ടി വന്നാലും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കണേ. ഈ അന്ന് ആരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്? വിളിച്ച ആളുകൾ അതിൻ്റെ റെക്കോർഡിങ്ങിൽ എന്തായിരുന്നു? റെക്കോർഡിങ്ങിൽ 25 ലക്ഷം രൂപ 5 സെൻറ്റ് ഭൂമിയും ജിൻസിന് വാങ്ങിത്തരാം, അത് രാമൻപിള്ള വക്കീൽ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ളൊരു നാസർ എന്നെ അന്ന് വിളിച്ചിരുന്നു. ഈ താങ്കളുടെ ഏത് മൊഴി മാറ്റാനാണ് അന്ന് ആവശ്യപ്പെട്ടത്? ദിലീപിന് ഇതിന് യാതൊരു പങ്കുമില്ല, സുനി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം. കുറച്ച് നാളായില്ലേ. അപ്പോൾ അത് കാരണം കൃത്യമായിട്ട് ഓരോ വീടും ചിലപ്പോൾ ചില അക്ഷരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നേക്കാം. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അന്നത്തെ ആ ഒരു ഓർമ്മയിൽ ഞാനതൊക്കെ കൃത്യമായിട്ട് കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു കുറ്റവിമുക്തനാക്കുമെന്നുള്ളത് താങ്കൾ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത് തന്നെയാണ്? അതായത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടിരുന്നൊരു ആപ്തവാക്യത്തിൻ്റെ പുറത്താണ് ഈ കോടതിയുടെ നടപടികളൊക്കെ പോകുന്നത്. അപ്പോൾ ആ 1000 കുറ്റവാളികളിൽ ഈ പറഞ്ഞ വ്യക്തിയുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരൊറ്റ വേട്. ആ 1000 കുറ്റവാളികളിൽ രക്ഷപ്പെട്ടാലും നിസ്സാര തെളിവിൻ്റെ അഭാവത്തിൽ ചിലപ്പോൾ അത് കൃത്യമായിട്ട് പ്രോസിക്യൂഷനോ പോലീസിനോ അത് ബോധിപ്പിക്കാൻ കഴിയാണ്ടാണോ, അത് ബോധിപ്പിച്ചതിന് ശേഷവും മനഃപൂർവ്വം അത്തരം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മേൽക്കോടതികൾ പരിശോധിക്കട്ടെ. നാളിതുവരെ എടുത്ത അതേ സ്റ്റാൻഡ് തന്നെ തുടർന്നുണ്ടാവും. അതായത് ഈ ഒരു വിധി പ്രതീക്ഷിച്ച് തന്നെയാണെന്നാണ് ജിൻസ് പറയുന്നത്.